എനിക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു സ്നേഹം, ആളുകളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരുന്ന സ്വപ്നങ്ങളെക്കാൾ വലുതാണ്. ഒരു എം പിയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷനും ഒരു പാർട്ടി ഫോറത്തിലും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ആ ട്രോളുകൾ അവർക്ക് സെൽഫ് ഗോളുകളായിട്ടാണ് ഭവിച്ചതെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വിശ്വസിക്കുക. അല്ല, ഞാൻ ഇപ്പം വടകരയിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. വീട്ടിൽ തിരക്കാണെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പറയും, അതല്ല നിങ്ങളുടെ പ്രയോറിറ്റി അതായിട്ടാണ്. ഞങ്ങളല്ല, നിങ്ങളുടെ പ്രയോറിറ്റി അതാണ്. അവിടുന്ന് ഇങ്ങനെ കയറി എങ്ങനെ ഉണ്ടാവും, റൂമിൻ്റെ വലിപ്പം ഇത്ര മതിയോ, മുറ്റം ബാക്കിൽ കുറച്ചും കൂടെ വേണമെന്നൊക്കെ ആലോചിച്ച് കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പാണ്, തിരക്കുള്ള സമയമാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ആവട്ടെ ആദ്യ ചോദ്യം. പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിനാണ് ശരിക്കും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും റിബലുകൾ ഉള്ളത്. അപ്പം BJPക്ക് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ CPM ഇല്ലാത്ത അത്രയും റിബലുകൾ കോൺഗ്രസിനുണ്ടെന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അത്ര ലാഘവത്തോടെയാണ് ഇവർ കണ്ടത് എന്നൊരു വിമർശനമുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? പക്ഷേ അതിൻ്റെ ഒരു അതർ സൈഡ് ഉണ്ട്. അതായത് ഇത്രയും കാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് റിബലുകളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഞങ്ങൾ ഇത്തവണ ഫാർ ബെറ്ററാണ്. കഴിഞ്ഞ തവണയുള്ള റിബലുകളുടെ എണ്ണം, കഴിഞ്ഞ തവണയുള്ള അസ്വസ്ഥതകളുടെ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ തവണയുള്ള ഇന്നർ പാർട്ടി ഇഷ്യൂസിൻ്റെ, മുന്നണിക്കകത്തെ പ്രശ്നങ്ങളുടെ, പരസ്പരം ചേരിതിരിഞ്ഞ് മുന്നണിക്കകത്ത് മത്സരിക്കുന്നതിൻ്റെ എണ്ണമൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പല ജില്ലകളിൽ നിന്നും ഇപ്പം സാമ്പാർ മുന്നണി എന്നൊക്കെയുള്ള ഉൾപ്പെടെയുള്ള പേരുകൾ കേൾക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ അതിനൊക്കെ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുകയും വളരെ നേരത്തെ തന്നെ ധാരണകളിലേക്ക് എത്തുകയും അപൂർവം ചില ഇടങ്ങളിൽ മാത്രം അത് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപൂർവ ഇടങ്ങളിൽ ഇപ്പോൾ ഒന്നും വേണ്ട, KPCC തീരുമാനിച്ച സീറ്റുകളുടെ എണ്ണം തന്നെ നോക്കിയാൽ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്നതായിരിക്കും. അത്രയും സീറ്റുകളെ മേലേക്ക് വന്നിട്ടുള്ളൂ. താഴെ തട്ടിൽ നിന്നാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടത്. വാർഡിലെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഫീൽഡ് ചെയ്യുന്നത്. അപ്പം ആ കമ്പാരിസൺ സത്യം പറഞ്ഞാൽ ഇതര പൊളിറ്റിക്കൽ പാർട്ടീസിൽ റിബലുകൾ കൂടുകയും കോൺഗ്രസിൽ കുറയുകയാണ്. മൊത്തം എണ്ണം സാധനം എടുത്തു വരുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ പാർട്ടി ചട്ടക്കൂടിൻ്റെ ഒരു പ്രശ്നം സാധനം കുറച്ച് ഇവിടെ കൂടുതലായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ ഒരു റേറ്റ് നോക്കുമ്പോൾ മറ്റുള്ള ഇടങ്ങളിൽ ഇപ്പോൾ കൂടി വരും. അവർക്കൊന്നും നേരത്തെ ഇപ്പോൾ CPM പ്രത്യേകിച്ച് അങ്ങനെ റിബൽ ശല്യമൊന്നും വല്ലാതെ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പം വടകരയിൽ പോലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവർക്ക് പിന്മാറ്റേണ്ടി വന്നു. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അപ്പുറത്ത് കൂടെയും ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പം KPCCയിലെ യുവ പ്രാതിനിധ്യമാണ്, അല്ലെങ്കിൽ ഒരു യങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അംഗം കൂടിയാണ്, ഒരു ഭാരവാഹിയാണ്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞു എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? യുവാക്കളുടെ പ്രസൻസ് ഉണ്ട്. അതിപ്പം പ്രത്യേകിച്ച് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ അധികവും വാർഡുകളിൽ നടന്നതൊക്കെ വാർഡ് കമ്മിറ്റികളുടെയാണ്. പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് യുവാക്കളിൽ എത്ര എണ്ണം കിട്ടിയാലും ഉടനെ തന്നെ അത് സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയേണ്ട ഒരാളല്ല. കൂടുതൽ വേണം എന്ന് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അവരുടെ അത്തരം ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആൾ തന്നെയാണ്. അത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇനിയും യുവാക്കൾ കൂടിയാലും പാർട്ടിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല എന്ന് വെച്ച് യുവാക്കൾ ഇഗ്നോർഡല്ല. യുവാക്കൾക്ക് പ്രസൻസ് കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ഇപ്പം ഈ യൂത്ത് കോൺഗ്രസിൽ KSUലൊക്കെ വലിയൊരു വിഭാഗം തന്നെ വലിയ പ്രതീക്ഷയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പം ഈ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ട് നിരവധി യുവാക്കളുണ്ട്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു പരാതികളില്ലാത്ത രീതിയിൽ എത്രത്തോളം യങ്സ്റ്റേഴ്സിനെ കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഞങ്ങളൊക്കെ വന്നതുപോലെ ഈ ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അസംബ്ലിയിലേക്ക് എത്തണം. ആ ചെറുപ്പക്കാരിപ്പോൾ ഞങ്ങൾ അധികവും മത്സരിച്ചത് CPM ജയിച്ചുകൊണ്ടിരുന്ന അസംബ്ലികളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് പിടിച്ചെടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾ അസംബ്ലിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള നല്ല ചെറുപ്പക്കാരിൽ സംഘടനാ രംഗത്ത് നല്ല യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടേണ്ട ഒരു സമയമാണ്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വളരെ ആക്റ്റീവായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. കാലങ്ങളായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ KM അഭിജിത്തിനെ പോലുള്ള ആളുകൾ KSU യൂത്ത് കോൺഗ്രസ് രംഗത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള പാബിൻ വർക്കിയെ പോലുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് KSU രംഗത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾ, ഇപ്പോഴത്തെ KSU പ്രസിഡന്റ്. നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് KSU റാങ്ക് ആൻഡ് ഫയൽ എടുത്ത് നോക്കിയാൽ അതുപോലെ വനിതകൾ, പെൺകുട്ടികൾ നല്ല പ്രസൻസ് ഓർഗനൈസേഷൻ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞ അവരൊക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്.
അപ്പോൾ ആ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളെ സീറ്റിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെയും മുന്നണിക്കകത്തെ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് അക്കമഡേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പരമാവധി അക്കമഡേറ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നുള്ളത്. അതൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയായിട്ടാണ് ഞങ്ങളൊക്കെ അതിനെ കണക്കാക്കുന്നത്. അപ്പം റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതുണ്ടാവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ KPCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഞങ്ങളൊക്കെ അതിനകത്ത് ഈ പറയുന്ന ഞാൻ പേര് പറയാത്ത ഒരുപാട് ചെറുപ്പക്കാർ താഴെത്തട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വിവിധ ജില്ലകളിൽ വിവിധ കമ്മ്യൂണിറ്റികളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നന്നായി അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരിൽ പരമാവധി ഇനി അതേസമയം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംഘടനയ്ക്ക് വേണ്ടി ലൈഫ് ടൈം എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് ആയിരിക്കും. ചെറുപ്പക്കാരുടെ നല്ല സാന്നിധ്യം, അവരുടെ ഒരു നല്ല ഫൈറ്റ്, ഒപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെയും ഒരു പ്രോപ്പർ ബ്ലെൻഡ് ആയിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കുറേ കാലമായിട്ട് ഉള്ള ഒരു ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ കുറേ മുന്നേ, അതായത് MP-മാർ വീണ്ടും MLA സ്ഥാനത്തേക്ക് മത്സരിക്കും അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ചില പേരുകൾ ഷാഫി പറമ്പിൽ, KC വേണുഗോപാൽ തുടങ്ങിയ പേരുകളൊക്കെയാണ്. അപ്പം അത്തരം ചർച്ചകളൊക്കെ ശരിക്കും ജെന്യൂൻ ആയിട്ട് പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടോ? ഈ സെക്കൻഡ് വരെ നടന്നിട്ടില്ല. ഒരു MP-യും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷനും ഒരു പാർട്ടി ഫോറത്തിലും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. മൊത്തത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകളൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ച ആര് പഞ്ചായത്ത് മെമ്പറാവണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ MLA ഇലക്ഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൻ്റെ ആ ചർച്ച ഞങ്ങളിപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 26 മിഷൻ 26ഉം ഞങ്ങളുടെ സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം MP-മാരെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള തീരുമാനമോ ചർച്ചയോ ഒന്നും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ഇപ്പം വടകരയിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. വടകരയുടെ MP ആയിട്ട് എന്നെ പാർട്ടി തീരുമാനിച്ചു. ഇവിടെ വന്നു. വലിയ ഒരു മെജോറിറ്റിയിൽ ഇവിടുത്തെ ജനങ്ങൾ അത്ര വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ജയിപ്പിച്ചു. അപ്പം ഇനി എനിക്കിവിടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുറച്ചും കൂടെ കോൺഗ്രസിൻ്റെ പ്രസൻസ് MLA-മാരുടെ എണ്ണത്തിൽ, UDF-ൻ്റെ MLA-മാരുടെ, ലീഗ് ഉൾപ്പെടെയുള്ള UDF-ൻ്റെ MLA-മാരുടെ കാര്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാവണമെന്നുണ്ട്. KPC വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഇപ്പം എനിക്ക് ചുമതല തന്നിട്ടുള്ള മേഖലകളിലും ഇലക്ഷൻ പ്രിപ്പറേഷൻസിൻ്റെയും ഇലക്ഷൻസിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ സജീവമാവണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ, ചിന്തിച്ചിട്ടുള്ളൂ. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പം വന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയായിരുന്നു. അതിനകത്തുണ്ടായ ആരോപണങ്ങളൊക്കെ പല രീതിയിൽ വരിക ചെയ്തു. അതായത് നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് ജനീഷ് വരുന്ന സമയത്ത് അബിൻ വർക്കിയെ പോലെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രധാന ആരോപണം. ശരിക്കും എന്താണ് അതിന് സംഭവിച്ചത്? എങ്ങനെയാണ് അബിൻ വർക്കി തഴയപ്പെട്ടത്? അത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ഒരു ഡിസിഷനാണ് അതിനകത്ത് വന്നത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻഷിപ്പിലേക്കുള്ള പുതിയ തീരുമാനം പല സാഹചര്യങ്ങൾ പരിശോധിച്ചും പരിഗണിച്ചും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കകത്ത് നിന്ന് ഒരാളെ ആക്കാൻ തീരുമാനിക്കുകയും ബാക്കി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏബിളും എഫിഷ്യൻ്റും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും ഡിസേർവിംഗ് ആണ് ആയിട്ടുള്ള ആളുകളിൽ. ഇപ്പം അബിൻ വർക്കി ആണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും ജനീഷ് ആണെങ്കിലും മറ്റ് കൊള്ളാവുന്ന ആളുകൾ, നല്ലൊരു ടീമാണ്. അപ്പോൾ അതിലിപ്പം 2 പേര് ഓൾ ഇന്ത്യ കമ്മിറ്റിയിലേക്ക് പോയി. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയല്ല, എല്ലാവരും ക്യാരി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ഇൻഡിവിജ്വലി അവരാഗ്രഹിച്ച പോസ്റ്റ് ചിലപ്പോൾ ഇതായിരിക്കാം. പക്ഷെ അല്ല, അവർ ഇൻഡിവിജ്വലി ആഗ്രഹിച്ചതും അവരും ഡിസർവിംഗ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണിത്. പക്ഷേ പ്രസിഡന്റ് ഇപ്പോൾ ഒരാൾക്കല്ലേ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പാർട്ടി എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ട് ഒരു തീരുമാനം IOC എടുത്തു. അതിനകത്ത് ഈ സൂചിപ്പിച്ചതുപോലെ ആദ്യം കുറച്ച് വാർത്തകളൊക്കെ വന്നു. പക്ഷേ എല്ലാവരും ഇപ്പം യുണൈറ്റ് ചെയ്ത് സമരങ്ങളിലേക്കും സംഘടനാ പ്രവർത്തനത്തിലേക്കും ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കും എല്ലാവരും സജീവമായി. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊക്കെ അവർ ഡിസേർവ് ചെയ്യുന്ന പോസ്റ്റുകൾ, ഇപ്പം ഇതൊന്നും ഒരു എൻഡല്ലല്ലോ. പൊളിറ്റിക്സിൽ ഒരു ഡിസിഷനും ഒരു അപ്പോയിൻമെൻറ്റും ഒരു സ്ഥാനനഷ്ടവും ഒന്നും ഒരു അവസാനമല്ല. അതുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരും കൂടെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ അവരെപ്പോലുള്ള യോഗ്യതയുള്ള കുട്ടികളും അർഹതയുള്ള ആൾക്കാരുമാണ് അവരൊക്കെ. പേരാമ്പ്രയിൽ ഉണ്ടായ ഒരു പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മൂക്കിനുൾപ്പെടെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം മൂക്കിൻ്റെ പാലം പൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ട്രോളുകൾ ഉണ്ടാവുന്നു. അതിപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ, ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, അത് ഞാൻ അതിൻ്റെ കാരണങ്ങളെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം അന്വേഷിച്ചാൽ അവർക്കും അറിയാവുന്ന, അവർക്കും ബന്ധങ്ങളൊക്കെ ഉള്ള
അവരുടെ നേതാക്കന്മാരും ചികിത്സക്കൊക്കെ പോയിട്ടുള്ള ആശുപത്രിയാണല്ലോ. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായെന്ന് വേണമെങ്കിൽ അവർ അന്വേഷിച്ചാൽ അറിയാം, അവർക്കും അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അത് അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും മറിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താ? അത്തരം പ്രചാരണങ്ങളും പ്രചാരവേലകളും ഒക്കെ നടക്കേണ്ടത് ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ അവർക്കൊരു നെസസിറ്റിയായി വന്നതുകൊണ്ടാണ്. അത് കുറേ സൈബർ രംഗത്തെ ആളുകൾ മാത്രമല്ല. ഇപ്പോൾ ഇവിടെ ഇ.പി. ജയരാജൻ വന്ന് പ്രസംഗിച്ചത്, LDF കൺവീനറെ പോലുള്ള ആളുകളൊക്കെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടത്. അപ്പോൾ പറയുന്നത് സത്യമല്ല എന്ന് അറിഞ്ഞിട്ടും അതിൽ അബദ്ധം വരുന്നു എന്ന് അറിഞ്ഞിട്ടും പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇഷ്യൂ ഡൈവേർട്ടഡ് ആവാൻ വേണ്ടിയാണ്. ആളുകൾക്കിടയിലെ സംസാരവും മീഡിയയിലെ ചർച്ചയും നവമാധ്യമങ്ങളിലെ സ്പേസും ഒക്കെ ശബരിമല ഉൾപ്പെടെയുള്ള ഇഷ്യൂസിനെ മറികടന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ബോധപൂർവമായ അവരുടെ ആഗ്രഹത്തെ പിന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മർദ്ദനമേറ്റ അന്ന് തന്നെ പറഞ്ഞത് ഇത് പിന്നെ രാഷ്ട്രീയമായി ഇന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയുള്ളതാണ്, നമ്മൾ അതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അത് അല്ല, ഞാൻ അതിൻ്റെ റീസണാണ് ആലോചിച്ചത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസണാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പം അതങ്ങനെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പിന്നെ ട്രോളോ വേറെ ഒരു പ്രതികരണമോ ആയിരുന്നില്ല. അത് കാൽക്കുലേറ്റഡ് ആയിരുന്നു, അത് പ്ലാൻഡ് ആയിരുന്നു. ഇപ്പം ആദ്യം പറഞ്ഞത് അത് ഈ വിഷ്വൽ വരുമെന്നൊന്നും അവർ വിചാരിച്ചില്ല, അതുകൊണ്ട് പിന്നെ അടിയെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞ് പിന്നെ ഈ ഗ്രനേഡ് പൊട്ടിയപ്പോൾ അതിൻ്റെ പ്രകമ്പനം കൊണ്ട് മൂക്കിൻ്റെ പാലം ചോര വന്നാണെന്ന് പറഞ്ഞു. പിന്നെ അടി അതിൻ്റെ വിഷ്വൽ വന്നു, SP-യുടെ കമൻറ്റ് വന്നു, പോലീസ് ബോധപൂർവ്വം കുഴപ്പം സൃഷ്ടിച്ചു. അപ്പോൾ പിന്നെ ഇച്ചിരി ഡിഫെൻസിലായി. അപ്പോൾ പിന്നെ താടി പഠിച്ചില്ല, മീശ പഠിച്ചില്ല, പിന്നെ മൂക്ക് പൊട്ടിയാൽ എങ്ങനെ വർത്താനം പറയാം, വർത്താനം പറയാൻ പറ്റൂ എന്നുള്ളതൊക്കെയായി. അതൊക്കെ അവരെ അപഹാസ്യരാകുന്ന, എനിക്ക് തോന്നുന്നു ആ ട്രോളുകൾ അവർക്ക് സെൽഫ് ഗോളുകളായിട്ടാണ് ഭവിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വിശ്വാസം. ഇപ്പം പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വടകരയിലേക്ക് മത്സരിക്കാൻ വരുമ്പം കരഞ്ഞുകൊണ്ട് വന്ന ആളാണ്. എന്നെന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട്. ഇപ്പം ഇവിടെ വന്നിട്ടൊരു വർഷം കഴിയുന്നു. അപ്പം എന്താണ് ഇവിടെ നിൽക്കുമ്പോഴൊരു ഫീല്? അല്ല, പാലക്കാട് നിന്ന് ഇപ്പം ഞാനിവിടെ വന്നാൽ എന്താവും എന്ന് ആലോചിച്ചിട്ടല്ല കരഞ്ഞത്. എനിക്ക് പാലക്കാട് നിന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ വിട്ടുപോരുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിഷമം ഉണ്ടായെന്നുള്ള സത്യം. ഞാൻ മറച്ചു വെച്ചിട്ട് കാര്യം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മാറ്റമായിരുന്നു. എനിക്ക് ഫിസിക്കലി, മെൻ്റലി, പൊളിറ്റിക്കലി, പേഴ്സണലി ഒന്നും ഞാൻ പിന്നെ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസ്ലൊക്കേഷൻ, അതപ്പോൾ ഒരു വിഷമാവസ്ഥയിലൂടെ ഞാൻ കടന്നു വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ വടകരയിൽ കാല് വെച്ച സെക്കൻഡ് തൊട്ടുള്ള ഇപ്പോൾ ഈ കണ്ട പേരാമ്പ്ര വരെ ജനങ്ങളുടെ നിറഞ്ഞ സ്നേഹവും പിന്തുണയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം പദവിയേക്കാൾ നമുക്ക് കോൺഫിഡൻസും നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് ആളുകൾ നമ്മളോടൊരു ഇഷ്ടം കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ തരിക എന്നുള്ളതാണ്. അത് ഇവരുടെ ആ ഒരു പിന്തുണയും സ്നേഹവും കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. പിന്നെ വളരെ എക്സ്പ്രസീവാണ്. ഇഷ്ടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ വളരെ എക്സ്പ്രസീവായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിപ്പം ഇഷ്ടമാണെങ്കിൽ ചിലപ്പം ഒന്ന് കൈ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ചിലപ്പം ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ചിലപ്പം ചിലർ ഉമ്മയൊക്കെ വരെ തന്നിട്ട് പോകും. അപ്പം അങ്ങനെയാണ്. എന്നാൽ ദേഷ്യമാണെങ്കിൽ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പിന്നെ ഭയങ്കര പിണക്കം പറയും, പരിഭവം പറയും. ഇപ്പം നമ്മൾ ഭയങ്കര തിരക്കിട്ട് ഇപ്പോൾ പരിപാടികൾ നേരം വൈകിയൊക്കെ പോകാനെങ്കിൽ പോലും പെട്ടെന്ന് അവിടെ കയറണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അപ്പുറത്തെ പരിപാടിക്കാർ കാത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം ആ സ്നേഹത്തിൽ തന്നെയുള്ള പിണക്കങ്ങൾ അതിനുണ്ടാകുന്നുണ്ട്. പിന്നെ അത് പൊളിറ്റിക്കലി ഭയങ്കര കുറച്ച് കൂടെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്, അഗ്രസീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഭക്ഷണത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനും പിന്നെ ഭക്ഷണം നന്നായി ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. രണ്ട് രീതികളാണ്, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആകത്തുക ജനങ്ങളുടെ സപ്പോർട്ടാണ്. ഷാഫി പറമ്പിലൊരു ക്രൗഡ് പുള്ളറാണ്. അപ്പം എവിടെ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് അല്ലെന്ന് പറഞ്ഞാലും അതാണ് ശരി. ഷാഫി പറമ്പിൽ ക്രൗഡിലൊരാളാണ്. അപ്പം എവിടെ ചെന്നാലും ഒരു വലിയ ജനക്കൂട്ടം താങ്കളെ പൊതിയാനുണ്ടാവും. അപ്പം ഒരു മനുഷ്യനാണ്, നമുക്ക് പലതരം ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിനൊക്കെ മാനേജ് ചെയ്തിട്ട് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ആളുകളുടെ ഇടയിൽ ഈ തിരക്കിനിടയിൽ നിന്നു പോകാൻ? അല്ല, നമ്മളോട് ആളുകൾ ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നത് നമ്മുടെ ചിരി മായ്ക്കേണ്ട ഒന്നും അല്ലല്ലോ, അതൊരു ഭാഗ്യമല്ലേ. ഞാൻ പറഞ്ഞത് എന്ത് ഇമോഷൻ്റെ കാര്യം പറഞ്ഞാലും ഒരു സഹപ്രവർത്തകരാണെങ്കിലും ജനങ്ങളാണെങ്കിലും ചിലപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണെങ്കിലും ആളുകൾ നമ്മളോട് നന്നായി റിയാക്ട് ചെയ്യുന്നതും
അവർ നമ്മളോട് ചിരിക്കുന്നതും, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് നമ്മൾ എത്തുമ്പോഴോ, അവർ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോഴോ ഒക്കെ പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് പദവിയേക്കാൾ വലിയ അംഗീകാരമാണത്. ഏത് പദവിയേക്കാൾ വലിയ അംഗീകാരം. അതൊരിക്കലും നമ്മളെ ചിരി മായ്ക്കുന്നൊരു ഘടകമല്ല. അത് നമ്മളെ കൂടുതൽ ചിരിക്കാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് നഷ്ടപ്പെട്ടു പോരുതേ എന്നുള്ളത്, ആ സ്നേഹം നഷ്ടപ്പെട്ടു പോരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പം അത് വേറെ, ഇപ്പം നമ്മളങ്ങനെ ഒരു സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ. അങ്ങനെ വേറൊരു ലൈഫ്, ഇപ്പം ഒരു സിനിമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് പോലെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആളുകൾ അതൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം പോലെ നമുക്ക് ഇവരുടെ കൂടെയുള്ള തന്നെയാണല്ലോ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്. ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണല്ലോ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്. അപ്പം നമ്മളിപ്പം ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? ആളുകളില്ലാതെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം അവരൊക്കെ നടന്ന വഴി കൂടെ നടക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്, അതാണ് ഏറ്റവും വലിയ പിന്നെ കോൺഫിഡൻസ്, അതാണ് ഏറ്റവും വലിയ ചിരിയും. അപ്പം ഇങ്ങനെ ഇത്രയും ആളുകൾക്കിടയിൽ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോഴാണ് ചിരി വരുന്നു. അതായത് അവസാനത്തെ ആളും സെൽഫി എടുത്ത് പോകുന്നത് വരെ ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാവും. അപ്പോഴത്തേക്ക് വേണമെങ്കിൽ പന്തല് പൊടിച്ചിട്ടുണ്ടാവും. പക്ഷേ താങ്കൾ അവിടെ തന്നെ തുടരുന്നുണ്ട്. അപ്പം ആ ക്ഷമയാണ് നമ്മൾ ചോദിക്കുന്നത്. അതെന്നുവെച്ചാൽ അവരുള്ളത് കൊണ്ടാണല്ലോ നമ്മളുണ്ടാവുന്നത്. അവർ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നവരാവാം, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരാവാം, ജയിപ്പിക്കുന്നവരാവാം, ചിലപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാത്തവരുണ്ടാവാം. പക്ഷേ ഇൻഡിവിജ്വലി പോലും അവരൊരു സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും സ്നേഹം തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവരോട് ഉള്ള നന്ദി എത്ര വാക്കിൽ പറഞ്ഞാലും തീരില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ, പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സ്നേഹം നിലനിന്ന് കിട്ടണം എന്നുള്ളതാണ്. ബാക്കി പദവിയും ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൻ്റെ ശേഷിയേ വരുന്നുള്ളൂ. അതിനിടയിൽ മിസ്സായി പോകുന്ന പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സത്യസന്ധമായി പറഞ്ഞാലേ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമ്മളില്ലെങ്കിലും നടക്കും. നമ്മളില്ലാതെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രയോറിറ്റി അതാവുന്നതിൻ്റെയാണ്. ഇപ്പോൾ വീട്ടിൽ തിരക്കാണെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പറയും അതല്ല, നിങ്ങളുടെ പ്രയോറിറ്റി അതായിട്ടാണ്. ഞങ്ങളല്ല, നിങ്ങളുടെ പ്രയോറിറ്റി അതാണ് വീട്ടിൽ നിന്ന് പറയും. അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് നമുക്ക് ഇതായിപ്പോവും. ചിലപ്പോൾ വന്നിട്ട് പറയും ഇന്ന് പോണ്ടേക്ക, എന്നെ ഇക്കാന്ന് വിളിക്കുന്നതാണ് ദുവ, ചിലപ്പം പറയും ഇന്ന് പോണ്ടേക്ക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പോണ്ടാന്ന് തോന്നുമല്ലോ. പക്ഷേ ചിലപ്പോൾ ഈ ആളുകൾ പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അവർ ആളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അപ്പം പെട്ടെന്ന് അത് കേട്ടിട്ട് എന്നാൽ ശരി ഞാൻ പോകണില്ല, കൂടെ നിൽക്കാമെന്ന് പറയാൻ ആഗ്രഹിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാരണം ഇത്രയും വലിയ ആൾക്കാരുടെ ഒരുപാട് പ്രിപ്പറേഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയം എഗെയിൻ അത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ പ്രയോറിറ്റീസ്. അത് വീട്ടുകാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. പിന്നെ ഇപ്പം ചെറിയ ആളും വന്നിട്ടുണ്ട്, ആളും ഇപ്പം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങി. പോകുമ്പോഴുള്ള കരച്ചിൽ തീരെ ചെറുതാവുമ്പോൾ അവർക്കത് മനസ്സിലാവില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം മനസ്സിലാവും ഇയാൾ പോകാനുള്ള പരിപാടിയാണ്, അവ കണ്ണ് വെട്ടിയാൽ പോവും എന്നുള്ള തിരിച്ചറിയുമ്പം അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കുകയും വാതിലിൻ്റെ അവിടെ നോക്കുക, അല്ലെങ്കിൽ മേലിങ്ങനെ ഒട്ടി വേറെ ആൾ കയ്യാനിച്ചാൽ പോവാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇച്ചിരി അടർത്ത് മാറ്റിയിട്ട് പിന്നെ പോരുമ്പോഴുള്ളൊരു കരച്ചിൽ, അതൊരു ചെറിയൊരു ഒരു പറഞ്ഞ പോലെ ആ മൊമെൻറ്റിൽ അതൊരു വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, നമുക്കിപ്പോൾ ഇങ്ങനെ പോവാൻ ഇങ്ങനെ ഒരു പദവിയുടെ പിന്നെ അതിൻ്റെ ഒരു പിന്നെ അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പോവാം. ഇതൊന്നും കിട്ടാതെ എത്ര പൊതുപ്രവർത്തനം എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നീ പറഞ്ഞ പോലെ ഇറങ്ങി വരുന്നത്. അവർ MLA മാരാവുന്നില്ല, അവർ MP മാരാവുന്നില്ല, പിന്നെ അവർക്കും വീട്ടിൽ മക്കളും കുടുംബവും സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലിപ്പം ഈ പറഞ്ഞ പോലെ ഒരു പരിപാടിക്ക് 10 മണിക്ക് പോയി പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നവൻ മാത്രമല്ലല്ലോ, കേൾക്കുന്നവനും അവിടെ നിൽക്കുകയല്ലേ. അവർക്കും വീട്ടിൽ ആളുണ്ടാവുകയല്ലേ, അവരുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മക്കളോ പിന്നെ അച്ഛനോ അമ്മയോ ഒക്കെ അതുപോലെ വീട്ടിൽ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ കുറേ ആളുകളുടെ സെൽഫ്ലെസ് ആയിട്ടുള്ള വലിയൊരു എഫേർട്ടാണ് ഞങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങളും കൂടെ ചേർന്ന് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭരണവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ മാറ്റാനുള്ള എഫേർട്ടുകളാണ് കളക്റ്റീവ്ലി ഉണ്ടാക്കേണ്ടത്. സാധാരണ പിന്നെ പ്രവർത്തകനുണ്ട്, പാർട്ടി വർക്കർ, പാർട്ടി പ്രവർത്തകൻ, അതുപോലെ പ്രാദേശിക നേതാക്കന്മാർ. ഇപ്പം നമ്മൾ ഈ വോട്ട് കൂടുന്ന പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ, ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ് അവർ ജയിച്ചു കഴിഞ്ഞാൽ നിറവേറ്റുന്ന ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ പറ്റുമോ? പ്രത്യേകിച്ച് കേരളം പോലൊരു സ്റ്റേറ്റിൽ നല്ല സിവിക് സെൻസുള്ള ജനതയാണ്. ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ജനപ്രതിനിധികളെയൊക്കെ പിന്നെ നേരിട്ട് വിളിച്ച് അക്കൗണ്ടബിളാക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും എടുക്കുന്ന എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ഉണ്ടാവും. പലരുടെയും കളക്റ്റീവ് സാക്രിഫൈസിൽ നിന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ പദവികളൊക്കെ കിട്ടുന്നതെന്നുള്ള ബോധം മനസ്സിൽ നിന്ന് പോകരുതേ
എന്നെപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രസംഗിക്കുന്ന നമ്മുടെ സമയം മാത്രമല്ല, അത് കേൾക്കുന്നവൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ വന്ന് കൈയടിക്കുന്നവൻ, ആളെ ഉണ്ടാക്കുന്നവനും വിളിച്ചു കൂട്ടുന്നവനും ഒക്കെ അവരുടെ കുടുംബത്തെ കൂടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ്, അവരുടെ സമയം കൂടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ DCCയുടെ ഒരു ക്യാമ്പ് നടന്നു. അപ്പോൾ ക്യാമ്പ് നടന്നപ്പം പിന്നെ എന്നോട് DC പ്രസിഡന്റ് പറഞ്ഞു, ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കണം നമുക്ക്. വേറെ വലിയ ഗിഫ്റ്റൊന്നും അല്ല, ഒരു കുഞ്ഞു പ്ലേറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഡിന്നർ സെറ്റ് പോലത്തെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി അതിലൊരു കുറിപ്പും കൂടി ഇടണം. അപ്പം ഞാനൊരു കത്ത് തയ്യാറാക്കി. ഞാൻ എൻ്റെ ഓരോ വീടുകളിലേക്കാണല്ലോ അത് എത്തുന്നത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകയോ ആരാണെങ്കിലും, രണ്ടാണെങ്കിലും, പുരുഷനാണെങ്കിലും വനിതയാണെങ്കിലും, അവർ ജനങ്ങൾക്കും സംഘടനയ്ക്കും വേണ്ടി ചെലവഴിക്കുന്ന സമയം ത്യജിക്കുന്നത് ശരിക്കും അവരുടെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവരുടെ പിന്തുണ കൂടിയാണ് ഇവരുടെ വിജയത്തിൻ്റെ, അല്ലെങ്കിൽ അവർ പിന്നെ നിറവേറ്റുന്ന ഉത്തരവാദിത്വം വിജയകരമായി പൂർത്തിക്കുന്നതിൻ്റെ ബേസായിട്ട് നിൽക്കുന്നത്. അതിനവർക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചിട്ട് ഞാനൊരു കുറിപ്പൊരു കത്തായിട്ട് വെറുതെ അതിനകത്ത് വെച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര റെസ്പോൺസ് കിട്ടി. കുറേ ആളുകൾ വിളിച്ചിട്ട് അങ്ങനെ കത്ത് കിട്ടിയിട്ടോ, സത്യമാണ് എന്ന് പറഞ്ഞു. അവർക്ക് ആ പ്ലേറ്റിനേക്കാളും ആ കത്തിലെ 2 വരി അതിൽ കൊണ്ട് കൊടുത്ത പിന്നെ ആളുകളും പറഞ്ഞു. വീട്ടിലൊക്കെ കൊടുത്തപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. ഞാൻ പെട്ടെന്ന് ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു കത്ത് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം, അതൊന്ന് ലെറ്റർ ഹെഡിലാക്കിയിട്ട് അതൊന്ന് ആ കവറിലൊന്ന് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ ഒരു എഫേർട്ട് അത് പിന്നെ വലിയ കാര്യം തന്നെയാണ്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പിടിമുറുക്കി, മഹിളാ കോൺഗ്രസിൽ പിടിമുറുക്കി. ഞാൻ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ശ്രീ KC ചോദിക്കാനുള്ള എത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ കൂടെ ഗ്രൂപ്പുകളുണ്ട്, പക്ഷങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജനങ്ങളുണ്ടോ? ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ ഈ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പോൾ അത് ഏറ്റവും ഒടുവിൽ ശബരിമല ഇഷ്യൂ ഉൾപ്പെടെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത ചെയ്തികളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ കവറപ്പ് ചെയ്യാൻ വലിയ PR എക്സസൈസൊക്കെ നടക്കുന്നെങ്കിലും ചില റിയാലിറ്റികളുണ്ട്. ഇപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശബരിമല ഉൾപ്പെടെയുള്ള ഇഷ്യൂസിനകത്ത്. അപ്പോൾ അത്തരം ഇഷ്യൂസ് ചെയ്തൊരു സർക്കാർ തുടരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. കേരളത്തിൽ വ്യക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. ശ്രീ പിണറായി വിജയൻ വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അപ്പം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പിണറായി വിരുദ്ധ വികാരമുള്ളൊരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ UDFനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ ഏതെല്ലാം മനുഷ്യർക്ക് എന്തെല്ലാം എഫേർട്ട് എടുക്കാൻ പറ്റുമോ, കോൺഗ്രസ്സായി ജനിച്ചതും ജീവിക്കുന്നതുമായിട്ടുള്ള നേതാവോ പ്രവർത്തകനോ ആരാണെങ്കിലും അത് എടുക്കണമെന്നാണ് അവരെന്ത് ഉത്തരവാദിത്തം എടുക്കുന്നത്. അപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹം കേരളത്തിൽ പിന്നെ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റാണ്. ആലപ്പുഴയുടെ MLA ആണ് KC വേണുഗോപാൽ. ആലപ്പുഴയുടെ MP ആണ് ശ്രീ KC വേണുഗോപാൽ. ആലപ്പുഴയുടെ MLA ആയിരുന്ന ആളാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. കേരളത്തിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല. സാധാരണ പയ്യന്നൂർ പോലൊരു സ്ഥലത്ത് നിന്ന് KSU പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനപിന്തുണയില്ലാതെ ഇത്രയും ഉയർന്ന പദവിയിലേക്കും കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്കും അദ്ദേഹം എത്തില്ല. ഇതൊരു പിന്നെ എന്താ പറയുക, ഡെപ്യൂട്ടേഷൻ പദവിയല്ല. ഓർഗനൈസേഷനിൽ പടിപടിയായി ഉയർന്നു വന്ന് ജനപിന്തുണയും പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരവും ജനകീയ പിന്തുണയും ഉള്ളത് കൊണ്ട് തന്നെയാണ് നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. MP-യുടെ അലവൻസിനപ്പുറത്തേക്ക് എന്താണ് ഷാഫി പറമ്പിൻ്റെ വരുമാനം? അല്ല, എനിക്ക് പിന്നെ അങ്ങനെ ഒരു വരുമാനം കാര്യമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. 1-2 ശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നെങ്കിലും എനിക്കത് പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം കുടുംബത്തിൽ ചില വരുമാന മാർഗങ്ങളുണ്ട്. അതുപോലെ പിന്നെ വൈഫിന് അവരുടെ കുടുംബത്തിലും ചില വരുമാന മാർഗങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാലറി ആവരുത് എന്നുള്ളൊരു നിർബന്ധം കൂടി ഉള്ള ഒരാളായിരുന്നു ഞാൻ. തുറന്നു പറഞ്ഞ 2-3 തവണ പലതരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയി. ചെറിയ ബാധ്യതകളും പരാജയപ്പെടുകയാണ് ഒക്കെ ഉണ്ടായത്. പക്ഷെ എൻ്റെ ശ്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. ഞാനൊരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പഠിക്കുന്ന കാലത്ത്. ഞാൻ ആഗ്രഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം, അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വേഷം അല്ലെങ്കിൽ വസ്ത്രമോ അതല്ലെങ്കിൽ പദവിയോ തരുന്ന ശമ്പളത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും വരുമാനം എന്നുള്ളത് ഒരു ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു ചോദ്യത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഡ്രീം? അത് പൊളിറ്റിക്കലാണോ പേഴ്സണലാണോ എങ്ങനെയാണ്? പൊളിറ്റിക്കൽ ഡ്രീം എനിക്ക്
എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു സ്നേഹം, ആളുകളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരുന്ന സ്വപ്നങ്ങളെക്കാൾ വലുതാണ്. നമ്മളിപ്പം പൊളിറ്റിക്സിൽ അങ്ങനെ രാഷ്ട്രീയം തുടങ്ങുമ്പോൾ ആരും പദവി സ്വപ്നം കണ്ടിട്ടല്ലല്ലോ തുടങ്ങുന്നത്. ഇപ്പോൾ കോളേജിൽ പ്രവർത്തനം നടത്തുമ്പോഴുള്ള സ്വപ്നം എന്താ? കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ജയിക്കണം. അത് വലിയ പട്ടാമ്പി കോളേജായിരുന്നു. അപ്പോൾ അവിടുത്തെ നിരന്തര പരാജയങ്ങൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബാച്ച് കോളേജ് ഇലക്ഷനിൽ പ്രധാനപ്പെട്ട സീറ്റുകൾ ജയിക്കുകയാണ്. അപ്പോൾ അത് അന്ന് തോന്നിയിരുന്ന ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് അതാണെന്നുള്ളതാണ്. അപ്പോൾ അതല്ലാണ്ട് ഇപ്പം പദവി സ്വപ്നം കണ്ടിട്ട് അങ്ങനെയല്ല ആ സമയത്ത് തുടങ്ങുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ വന്ന് പടിപടിയായിട്ടാണ് ഇപ്പം ഇത്രയും നിലയ്ക്ക് എത്തിയത്. അപ്പം ഞാൻ കാണുന്ന സ്വപ്നം പിന്നെ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് സ്വപ്നം കണ്ടിട്ട് അങ്ങനെയല്ല. എനിക്ക് പൊതുപ്രവർത്തന കാലം ഒരു എഫക്റ്റീവ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പൊതുപ്രവർത്തകനായിട്ട് ആളുകൾ മാർക്കിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഏത് പദവിയിൽ പ്രവർത്തിച്ചാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്ത ഒരാളായി പിന്നെ ആളുകൾ ഒരു മാർക്കിടണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമ്പ്രഷൻ നിലനിൽക്കണം എന്നുള്ളത്. അപ്പം ഞാനൊക്കെ വളരെ തുടക്കക്കാരനാണ്. അങ്ങനെയൊക്കെ ഒരു ആളുകളുടെ മനസ്സിലൊക്കെ ഇരിക്കാനുള്ള ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. പേഴ്സണൽ ലൈഫിൽ അങ്ങനെ പിന്നെ ഇങ്ങനെ ദീർഘകാലത്തേക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നം എന്നുള്ളതൊക്കെ ഞാൻ പാലക്കാട് ഒരു വീടൊക്കെ ഇങ്ങനെ പണിയാനുള്ള എല്ലാ തയ്യാറെടുപ്പൊക്കെ നടത്തി, പിന്നെ ഒരു 10 സെൻറ്റ് സ്ഥലമൊക്കെ ശരിയാക്കി, പ്ലാനൊക്കെ വരച്ച് അതിൻ്റെ ഒരു വാക്ക് ത്രൂ ഒക്കെ ഉണ്ടാക്കി, പിന്നെ പ്ലാൻ സബ്മിറ്റ് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ച് വാക്ക് ത്രൂ മൊബൈലിലും വലിയ ടി വിയിലും ഒക്കെ പല ആവർത്തിച്ച് കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി എങ്ങനെ ഉണ്ടാവും, റൂമിൻ്റെ വലിപ്പം ഇത്ര മതിയോ, മുറ്റം ബാക്കിൽ കുറച്ചും കൂടെ വേണമെന്നൊക്കെ ആലോചിച്ച് കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അങ്ങനെ പ്ലാൻ വരച്ച് ഒരു കോഴിക്കോട്ടുകാരനെ അത് വരച്ചു തന്നു, പ്രശാന്തേട്ടൻ. അത് വരച്ച് അത് പിന്നെ സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ട്രാൻസ്ഫർ ഓർഡർ വന്നത്. അപ്പോൾ പിന്നെ അതവിടെ തൽക്കാലം നിർത്തി വച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു തൽക്കാലം ഒരു ഫ്ലാറ്റാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് വീടിനെ സംബന്ധിച്ചുള്ള ചില കൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ അന്ന് കുറച്ച് ദിവസം അതിൻ്റെ പുറകെ ആയിരുന്നു. ഇപ്പം തൽക്കാലം ഇപ്പം കോഴിക്കോട്ടേക്ക് മാറിയപ്പോൾ ഇപ്പം തൽക്കാലം ഒരു പിന്നെ ഫ്ലാറ്റാണ് ഇപ്പം തൽക്കാലം നോക്കുന്നത്. തറവാട്ടിലവിടെ ഉപ്പം വേറൊരു വീട്, ഞങ്ങൾ നാല് മക്കളാണ്, 3 പെങ്ങന്മാരും പിന്നെ ഞാനും. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് എൻ്റെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഉള്ള സമയത്ത് ഉപ്പ കയറ്റിയ വീടാണ്. പിന്നീട് റിനോവേഷൻ. അപ്പം ഇവിടെ തറവാട് ഞാൻ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു കുളവും ഒരു തറവാട്ട് വീടും പിന്നെ തറവാട് വീടും അതിൻ്റെ അടുത്ത് പിന്നെ പട അനിയന്മാരുടെ വീടും. ഇപ്പം കഴിഞ്ഞ ദിവസം 23-ാം തീയതി എൻ്റെ പട അനിയൻ്റെ മകൻ, എൻ്റെ അനിയനാ, അവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് സ്വന്തമായി വീടൊക്കെ കയറ്റി അവിടെ വീടൊക്കെ വെച്ച് അവിടെ പിന്നെ അവനും ഇപ്പോൾ അവിടെ സെറ്റിലായി. അപ്പം പിന്നെ തറവാടിനോട് ചേർന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്. പിന്നെ തറവാട് അവർ അത്യാവശ്യം എക്സ്റ്റൻറ്റ് ഭൂമിയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. പക്ഷെ അതിനോട് ചേർന്നിട്ട് തന്നെ ഉപ്പാക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ 4 മക്കൾക്കും കൂടെ ഉള്ള ഒരു തറവാട് വീട്, ഉപ്പയും ഉമ്മയും കൂടെ ഉള്ളൊരു തറവാട് വീടൊക്കെ അവിടെ ഉണ്ടാക്കണം എന്നൊക്കെ അവർ പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും പിന്നെ അതുവരെയാണെങ്കിൽ പിന്നെ ഞാൻ വീട് കയറ്റേണ്ട കാര്യമല്ല, വരേണ്ട ആവശ്യമില്ല. ഇവിടെ തൽക്കാലം ഒരു ഫ്ലാറ്റ് നോക്കുന്നു. പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഇപ്പം ഭയങ്കര ഒരു ഓൺട്രപ്രണർ ആവണം, പിന്നെ അതിൻ്റെ പേരിലൊരു വരുമാനം ഉണ്ടാവണം, ഒരു സ്റ്റഡി ഇൻകം ഉണ്ടാവണം. ഞാൻ പരാജയപ്പെട്ട മേഖലകളൊക്കെ രസകരമാണ്. ഞങ്ങൾ ആദ്യം ഒരു ചായപ്പൊടി കമ്പനിയാണ് തുടങ്ങിയത്. അത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ 4 പിന്നെ ആൾക്കാർ കൊണ്ട് തുടങ്ങി. ബ്ലിസ് എന്ന് പേരായിട്ട് ഞങ്ങളൊരു 20-21 സെൻറ്റ് സ്ഥലം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും കൂടെ ചേർന്നതാക്കി കോളേജിൽ പഠിക്കുമ്പോഴാട്ടോ. എന്നിട്ട് അവിടെ ഒരു ചായപ്പൊടി കമ്പനി, ഞങ്ങളൊരു ഫാക്ടറി സെറ്റ് ഔട്ട് ചെയ്തു. ഒരു ഒമിനി കാർ മേടിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ചായപ്പൊടിയൊക്കെ റോ മെറ്റീരിയലായി കൊണ്ടുവന്ന ഒരു ബ്ലെൻഡറെ കണ്ടെത്തി ബ്ലെൻഡ് ചെയ്തു. ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ളൊരു MSc പഠിച്ചിരുന്ന ഒരാളൊരു ഡിസൈനും പേരൊക്കെ ഉണ്ടാക്കി തന്ന് പാക്കിങ്ങും പാക്കേജിങ്ങും ഒക്കെ ശരിയാക്കി ഞങ്ങളൊക്കെ തന്നെ ലൈനിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. ആദ്യത്തെ റൗണ്ട് നല്ല ഒപ്പീനിയനായിരുന്നു, ആളുകൾ നല്ല അപ്രീഷിയേറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഓർഡറിൻ്റെ ഇത് കൂടി. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷെ അത് അടുത്ത ബ്ലെൻഡ് ശരിയായില്ല. അടുത്ത ബ്ലെൻഡ് ആ സെയിം ടേസ്റ്റ് നിലനിർത്താൻ സാധിച്ചില്ല. പിന്നെ 3ാമത്തെ
സപ്ലൈയും കഴിഞ്ഞ് 4ാമത്തെ ചെന്നപ്പോഴത്തേക്കും ആളുകൾ ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം തുടക്കത്തിൽ തന്നെ കുട്ടികൾ നിങ്ങൾ എന്താ കാണിച്ച് നല്ല അഭിപ്രായം തേടി വരികയായിരുന്നല്ലോ, അപ്പത്തിനും വലിയ ലാഭം ഉണ്ടാക്കാൻ നോക്കിയോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വലിയ ലാഭം ഉണ്ടാക്കാനും നോക്കിയിട്ടില്ല, പക്ഷെ ആ ബ്ലെൻഡ് ശരിയായില്ല. അങ്ങനെ അത് പിന്നെ പരാജയപ്പെട്ടു. പിന്നെ ആ സ്ഥലമൊക്കെ ജപ്തി ചെയ്ത് പോയി, വണ്ടി ഇതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഫുഡ് എക്സ്പോർട്ട് പറഞ്ഞിട്ട് ഫുഡ് മെറ്റീരിയൽ അതും കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോഴത്തേക്കും PGയിലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ പറഞ്ഞ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഈ ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി, പിന്നെ ചെറിയ കട്ട് ചിപ്സൊക്കെ ഉണ്ടല്ലോ, അത്തരം സാധനങ്ങളൊക്കെ അവിടെ ഞങ്ങളൊരു കിച്ചണൊക്കെ ഉണ്ടാക്കി, പിന്നെ എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ ഉള്ളൊരു ടീമൊക്കെ ആയിട്ട് ടൈപ്പായി. അവിടെയുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിലേക്ക് ഞങ്ങൾ അവിടെ തന്നെ കോളേജിൻ്റെ അവിടെ ഒരു വീട് വാടക എടുത്തിട്ട് ആദ്യം തുടങ്ങിയത്. പിന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് പിന്നെ അത് ചെയ്തു. ഞങ്ങൾ ആദ്യ ആഴ്ച ലോഡ് ഞങ്ങൾക്ക് ലാഭം കിട്ടി, 2ാമത് ആഴ്ച ലോഡ് ഞങ്ങൾക്ക് അതിനൊക്കെ ലാഭം കിട്ടി. 3ാമത് ലോഡ് അയക്കാൻ വേണ്ടി ആദ്യത്തെ പൈസ രണ്ടും ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്ത് അവിടെ ശരിക്കും ഞങ്ങളത് സക്സസ്ഫുൾ ബിസിനസ് ആയിരുന്നു. പക്ഷേ ഈ ഞങ്ങൾക്ക് ഇടയിൽ നിന്ന് 1-2 ആളുകൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. പിന്നെ കോളേജ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് 3-4 ലോഡിന് പൈസ ഇറക്കിയിടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അതിന് പിന്നെ ഒരു വേണ്ടത്ര ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഒരു കേബിൾ TV, അന്ന് കേബിൾ മറ്റേ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ചില ഏരിയാസ് എടുക്കുമല്ലോ, എല്ലാ വീട്ടിലെ കണക്ഷൻസും സാധനവും. പിന്നെ അതും ഒരു വലിയൊരു ഇതായിട്ട് വന്നില്ല. അപ്പം അങ്ങനെ 2-3 ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തി. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ സീരിയസ് പൊളിറ്റിക്കൽ ജേണി തുടങ്ങിയതോ പിന്നെ അതിൽ തന്നെ ഇൻവോൾവായി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിനങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നേരത്തെ ചോദിച്ച സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല. ഒരു ഓണ്ടർപ്രണർ ആവണം, ഇതിൻ്റെ ശമ്പളം അല്ലാത്തൊരു വരുമാനം ഉണ്ടാക്കണം, അതുണ്ടാക്കും. അതെ അതെ അതെ. പഠിച്ചതും പഠിപ്പിച്ചതൊന്നും അല്ല. അതിപ്പം ഞാൻ എന്നോട് അന്നും ചോദിച്ച ഓർമ്മയുണ്ട് ഇലക്ഷൻ്റെ സമയത്ത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ വഴിയിൽ കാണുമ്പോൾ ഭയങ്കര ഫോമലായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിനേക്കാളും അവരോട് കണക്റ്റ് ആവുന്നത് ഇപ്പം അവരുടെ രീതിയിൽ ഒരു പഞ്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈഫൈ കൊടുക്കുമ്പോഴാണ്. അപ്പം പിന്നെ അങ്ങനെ അവരോട് കണക്റ്റ് ആവാൻ, അത് ഞാൻ എലക്ഷൻ സമയത്ത് മാത്രം കണക്ട് ആവാൻ ശ്രമിക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ കുട്ടികളെ എവിടെ കണ്ടാലും, ഞാനല്ല എല്ലാവരും, ഞാൻ എൻ്റെ മാത്രം കാര്യമില്ല, എല്ലാവരും എവിടെ കണ്ടാലും കണക്ട് ആവാനും തിരിച്ചവർ കണക്റ്റഡ് ആവാനും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈഫൈയോ പഞ്ചോ കൊടുക്കുമ്പോൾ അതിനോടാണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നത്, ഷെയ്ക്ക് ഹാൻഡിനെക്കാളും റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന് പിന്നെ ഞാൻ പാലക്കാടൊക്കെ സ്ഥിരമായിട്ട് ഹൈഫൈ കൊടുത്തിട്ടാണ് കുട്ടികളെ കാണുമ്പോൾ മനസ്സിലായി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ എലക്ഷൻ ഇങ്ങനെ ഇൻറ്റൻസ് ആയതുകൊണ്ടും എലക്ഷൻ ലെങ്തി ആയതുകൊണ്ടും എലക്ഷൻ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട് എപ്പോഴും മീഡിയ പ്രസൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട്, പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ഇങ്ങനെ വളരെയല്ലേ, അപ്പോൾ അത് കൂടുതൽ വിസിബിലിറ്റി വന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരാൻ തുടങ്ങി, കാരിക്കേച്ചേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടൊരു ഇലക്ഷൻ പോസ്റ്റർ തന്നെ പിന്നെ ഇപ്രാവശ്യം ലാസ്റ്റ് ഇലക്ഷന് ഇലക്ഷൻ പോസ്റ്റർ തന്നെ വന്നു. അപ്പം ആ ഒരു എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അവരോട് കണക്ട് ആവാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ അത് വന്നത്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ചിരി തുടരട്ടെ, ഒരു പിന്നെ എന്താണ്, എന്റർപ്രണർ ആവാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.